നിരോധിക്കപ്പെട്ടവയും മാരകവുമായ കീടനാശിനികൾ തളിച്ചാണ് തേയിലച്ചെടികൾ പരിപാലിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങുന്നു ഇതിന്റെ മുഴുവൻ പ്രശ്നങ്ങളും. പച്ചക്കറികളിൽ വിഷം തളിക്കുന്നത് തടയാൻ പേരിനെങ്കിലും നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും തേയിലച്ചെടിയിലെ വിഷപ്രയോഗം തടയാൻ സർക്കാർ തലത്തിൽ സംവിധാനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. പ്രമുഖ തേയില ബ്രാൻഡുകളടക്കം രാജ്യത്ത് വിപണനം ചെയ്യുന്ന 34 ഇനം തേയിലയിൽ അമിതമായ അളവിൽ കീടനാശിനി അടങ്ങിയിട്ടുണ്ടെന്ന ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ പഠന റിപ്പോർട്ടാണിത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് തേയിലയെത്തുന്ന പ്രധാന തോട്ടങ്ങളിലൂടെ ഞങ്ങളൊരു യാത്ര നടത്തിയത്. ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായുള്ള വാൽപ്പാറയിലെ 56ഓളം ചെറുതും വലുതുമായ എസ്റ്റേറ്റുകളിൽ നിന്നാണ് കേരളത്തിലേക്ക്, പ്രധാനമായും കൊച്ചിയിലേക്ക് തേയില കയറ്റുമതി ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ കണ്ടത് ഈ കാഴ്ചകളാണ്. നിരോധിത കീടനാശിനികളടക്കമാണ് ഈ തോട്ടങ്ങളിൽ തളിക്കുന്നത്. സൂര്യ പൊട്ടാസ് അത് വന്നിട്ട് 83 kg പെർ ഹെക്ടർ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഈ സ്പ്രേയിങ് വന്നിട്ട് ഞങ്ങൾ காப்பர் ஆக்சிக்ளோரைட் வித் காண்டோஃப் மருந்து எல்லாமே பாய்சன் தான். அதனாலதான் இந்த இது மூக்கு போட்டுக்கிறது. அப்போ அந்த சுவாசிக்கும் போது அந்த மருந்து உள்ள போகாது. கண்ணாடி கண்ணு போட்டாச்சுன்னா கண்ணு பாதிக்காது. அப்புறம் இப்படி வாய்க்கும் போகாது. அப்புறம் இது அடிச்சாச்சுன்னா சேஃப்டி. 7 ദിവസത്തിലൊരിക്കൽ വിഷം തളിക്കുന്നവയാണ് ഈ കാണുന്ന തേയിലച്ചെടികൾ ഓരോന്നും. അതിനും 5 ദിവസത്തിന് ശേഷം ഇവ നുള്ളിയെടുത്ത് ഫാക്ടറികളിൽ എത്തിക്കുന്നു. ആരോഗ്യത്തിന് ഏറെ ഫലപ്രദം എന്ന് പരസ്യം ചെയ്യപ്പെടുന്ന ഗ്രീൻ ടീയിലാണ് കീടനാശിനിയുടെ അളവ് ഏറ്റവും കൂടുതലുണ്ടാവുകയെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. വളരെ കൂടുതലായിട്ട് കീടനാശിനികളുടെ അളവുകളാണ് ഈ ഗ്രീൻ ടീയിലൂടെ മനുഷ്യരുടെ ശരീരത്തിലെത്തുന്നത്. ഓർഗാനോഫോസ്ഫേറ്റ് അടക്കമുള്ള നിരവധി കീടനാശിനികളാണ് ഇതിനുവേണ്ടി അവർ ഉപയോഗിക്കപ്പെടുന്നത്. ക്രോണിക് ഡിസീസസ് ആണ് ഇതിലൂടെ വരുന്നത്. മാത്രമല്ല നിരവധി ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ്, അൽഷീമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന പ്രത്യാഘാതങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നു. പച്ചക്കറികളിൽ വിഷം തളിക്കുന്നത് തടയാൻ പേരിനെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിലും തേയിലച്ചെടിയിലെ വിഷപ്രയോഗം തടയാൻ സർക്കാർ തലത്തിൽ സംവിധാനങ്ങളൊന്നുമില്ല. ഇതിനാണ് മാറ്റം വരേണ്ടത്. പാലക്കാട്ട് നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.